ഹലോ, പാവക്ക വെച്ചുകൊണ്ട് നമുക്ക് ഒരു അടിപൊളി പാവക്കാത്തോരൻ തയ്യാറാക്കാം. പാവക്ക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കയ്പൊന്നുമില്ലാണ്ട് നമുക്ക് പാവയ്ക്ക കൊണ്ടൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്കയുടെ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു സബോള അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളിയൊക്കെ കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാവക്കയും ചേർത്തിട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കോൽപ്പുളിയുടെ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നോക്കിയപ്പോൾ പാവക്ക പകുതി വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നാളികേരവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. അപ്പോൾ പാവക്ക നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.